ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് മന്തി റെസിപ്പി കാണാം. 2.5 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വാരട്ടി വെച്ചിട്ട് ചിക്കൻ നേരെ കഴുകിക്കൊണ്ടു 5-6 വട്ടം കഴുകിക്കണം. എന്നിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതിക്ക് വേണ്ട ചേരുവകൾ കാണാം. രണ്ട് ടീസ്പൂണ് ഇതിക്ക് വേണ്ടത് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉണ്ടായിരുന്നു, അത് 2 സ്പൂണ്, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് ചെറിയ ജീരകം ഉണ്ട്. അത് സൺഫ്ലവർ ഓയിലൊക്കെ പാടെ മിക്സിയിലിട്ടുണ്ട് അടിച്ചിട്ടേ അതിലേക്ക് ഒഴിക്കാച്ചിട്ടാണ്. ഇതുണ്ട് മസാല. ചെറിയ ജീരകവും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഇതുപോലെ ഉണ്ട്. അത് ഇനി ചിക്കനൊക്കെ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ല തിരുമ്പി പിടിപ്പിക്കണം. തുടച്ചെടുത്ത് ഒഴിക്കട്ടോ. അതിക്കുള്ള എണ്ണ ഉള്ളു, അധികമൊന്നുമില്ലല്ലോ. പിന്നെ ജാറിൽ പകുതി പിടിക്കുക, അതിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. തുടച്ചെടുത്ത് കൈ കൊണ്ട് നല്ല തിരുമ്പിയിട്ട് എല്ലാ ചിക്കൻ തുണി എല്ലാ ഭാഗത്തേക്കും ആക്കി എല്ലാം നല്ല ഇതാക്കി പിടിപ്പിക്കാവുമ്പ ഫോർക്കോണ്ട് കുത്തി കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ പിടിച്ചു. പിന്നെ കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും ഇങ്ങനെ കൈ കൊണ്ട് ആക്കിക്കുന്നു കേട്ടോ. മസാല എല്ലായിടത്തും കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പി കുഴച്ചാക്കി കൊടുത്തു. ഇനി 1 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വെച്ചാൽ പിന്നെ അത് പിടിക്കുകയും അപ്പോൾ പിന്നെ ഫോർക്കൊണ്ട് കുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ സെറ്റാക്കി വെച്ചു. ചട്ടിയിൽ പരത്തിയിട്ട് ആ ചട്ടി തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂർ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് കൊടുത്തപ്പം അങ്ങനെയാണ്. ഇനി അതിക്ക് അരി വെള്ളത്തിലിടട്ടെ വെച്ചിട്ട് അതിക്കുള്ള ചോറിനുള്ള അരി കഴുകി കുതിർക്കാൻ വെക്കട്ടെ വെച്ചിട്ടാണ്. ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 1.5 കിലോ അരിയാണ്. 1.5 കിലോ അരി 2.5 കിലോ ചിക്കനും. അങ്ങനെ കഴുകി അളന്നെടുത്ത് കഴുകി വെള്ളം വാരാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ചിക്കന് 1 മണിക്കൂറാവും. 1 മണിക്കൂർ ഇതും കുതിർത്തി വെക്കാം. ഒന്നര കിലോ ഇട്ട് വെക്കാനാട്ടോ കരുതിക്കണ്. അങ്ങനെ സെല്ല ബസ്മതി റൈസാണ്. നല്ല വൃത്തി 2-3 വട്ടം കഴുകട്ടോ. 3-4 വട്ടമൊക്കെ കേട്ടോ. വെള്ള കളർ വെള്ളം, കുറുന്നനെ വെള്ള കളർ ഉണ്ടാവില്ല, പച്ചവെള്ളത്തിൻ്റെ കളർ കുറേയൊക്കെ തെളിയോളം 3-4 വട്ടമൊക്കെ കഴുകുക. എന്നിട്ട് കുതിർക്കാൻ വെക്കുക. നേരെ കഴുകിയിട്ട് അരി 1 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അപ്പത്തിന് ചിക്കൻ 1 മണിക്കൂർ സെറ്റ് ആവുമല്ലോ. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുക കേട്ടോ. കുതിരാൻ വെച്ചു. ഇനി ചിക്കൻ്റെ മേടാനുള്ള ഉള്ളി ക്യാപ്സിക്കൻ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് അത് അരിയാൻ വേണ്ടി നോക്കുകയാണ്. അത് അരിഞ്ഞിട്ട് ചിക്കൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ടിട്ട് വേവിച്ച് പിന്നെ ചിക്കൻ മറിച്ചിടുമ്പോൾ അതിൻ്റെ അടിയിൽ വിടും. അങ്ങനെ അരിഞ്ഞു ഞാൻ അതിൻ്റെ മേലെ കൂടെ ഇടട്ടെ. ഒരു മണിക്കൂറൊക്കെ ആവാനായിക്കോട്ടെ. അപ്പോൾ പൊടിച്ചിട്ട് ചിക്കൻ്റെ കളറ് മസാലയുടെ കളർ മാതിരി ആയിക്കണം, അരച്ചതിൻ്റെ കളർ മാതിരി ഒക്കെ ആകുമ്പോൾ കൂടെ ഇട്ടോ അരിഞ്ഞത് ഒക്കെ പരത്തിയിട്ടിട്ട് പിന്നെ ഒരു 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആയി. അപ്പം ഞാൻ അടുപ്പത്ത് വെക്കട്ടെ വെച്ചിട്ടാ തീ കത്തിച്ചിട്ടേ. അടുപ്പത്ത് വെച്ചു. ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചു. പിന്നെ കമ്മിയാക്കി വെച്ചു കേട്ടോ, അടച്ച് വെച്ചിട്ട്. അപ്പോൾ പിന്നെ അരി ഇതാ വാരാൻ വെച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി വെള്ളം വെക്കാം അടുപ്പത്ത്.
1.5 കിലോ അരിയല്ലേ ഒരു 2.5-3 ലിറ്ററോളം വെള്ളം വെച്ചിക്കണു. അതിക്ക് ഉണക്ക നാരങ്ങ, പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഉണ്ട്, കുരുമുളക് ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് ബേ ലീഫ്, ചിക്കൻ ക്യൂബുണ്ട് കേട്ടോ, മാഗി ക്യൂബ് അറിയില്ല നമ്മൾ, ഉപ്പ് ഒക്കെ എടുത്തിട്ട് കൈക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഉപ്പ് പാകത്തിനില്ലേന്ന് ഇളക്കിയിട്ട് നോക്കണം കേട്ടോ. ചോറുക്കുള്ള ഉപ്പ് വേണ്ടേ, നോക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ഇടാച്ചിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്, 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും, എന്നാലും നോക്കണം, നോക്കിയിട്ട് ഇടണം. ഒക്കെ ആയിട്ട് പിന്നെ ഉപ്പില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, പിന്നെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ മാഗി ക്യൂബ് അങ്ങനെ ഇട്ട് ഇത് പൊടിക്കാതെ, അപ്പോൾ ചട്ടകം കൊണ്ട് ഉടക്കട്ടെ. പിന്നെ ഉപ്പിട്ടിട്ടുണ്ടോ നോക്കിയിട്ട് പിന്നെ ഇട്ടു ഞാൻ, പിന്നെ ഇട്ടു. ഉപ്പ് കമ്മിയായിരുന്നു, ചോറും കൂടി ഇട്ട് വെന്ത് വരുമ്പോൾ കമ്മിയാവില്ല, ചോറൊക്കെ ഉപ്പ് വേണ്ടേ, അപ്പോൾ കുറച്ചുകൂടി ഇട്ടു. പോരാ, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഇട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കിയിട്ട് പിന്നെ അടച്ച് വെച്ചു. തിളച്ചാൽ അരി ഇടാലോ. അപ്പോഴത്തേന് ഞാൻ ചിക്കനെ തുറന്ന് നോക്കുമ്പോൾ മറിച്ചിടാനായിക്കണം കേട്ടോ. അപ്പോൾ മറിച്ചിട്ട മേലത്തെ ഉള്ളിയും ഇതൊക്കെ അടിക്ക് ആ മട്ടത്തിന് മറിച്ചിടുക. ക്യാപ്സിക്കം അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞതൊക്കെ ഇപ്പം മേലെ അടക്കുന്നത് അടിയിൽ കാണാം. അപ്പം അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിക്കുക കേട്ടോ, നല്ല വെള്ളം ഇറങ്ങി വന്നിക്കണം. ഒക്കെ മറിച്ചിട്ടു. അങ്ങനെ ഒരു കുറച്ചുകൂടി വെന്താൽ പിന്നെ ആയി. അപ്പത്തിന് ചോറും സെറ്റായാൽ നാട്ടെ വെച്ചിട്ട്, അപ്പത്തിന് ഞാൻ സാലഡ് ഉണ്ടാക്കട്ടെ വെച്ചിട്ട് 2 തക്കാളി, ഒരു ഉള്ളിയുടെ പൊട്ട്, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പൊക്കെ എടുത്തിട്ട് അതും സാലഡ് റെഡിയാക്കട്ടെ വെച്ചിട്ടോ. ചോറിൻ്റെ വെള്ളം തിളക്കുമ്പോഴത്തേന് അത് കഴുകി അരിഞ്ഞ് മിക്സിക്കിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അടിച്ചു, ഒന്ന് കറക്കി മിക്സിയിൽ. നല്ലോണം അരയണ്ട, ഒന്ന് ഇങ്ങനെ കറങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെ സാലഡ് റെഡിയാക്കാൻ പോകുകയാണ്. നല്ല ഉപ്പിട്ടോ, ഉപ്പ് പാകരുന്നേക്ക് അരച്ച് വന്നപ്പോൾ പിന്നെ ഇട്ടിട്ടൊന്നുമില്ല, ഉപ്പ് തന്നെ ഉള്ളൂ. അങ്ങനെ സാലഡ് റെഡിയായി. ഇനി വെള്ളം തിളച്ചോ നോക്കിയിട്ട് അരി ഇടണം. അരി ഇടണത് മിസ്സായി പോയിക്കണു, അരി വേവാനായിക്കണു. അരി ഇടണ വീഡിയോ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ചോറ് 50% ആയിക്കോളും കേട്ടോ, ഒരു 80% വെന്താൽ നമുക്ക് ദമ്മിടാം. അങ്ങനെ ചോറ് അരിപ്പക്കത്തേക്ക് വാറ്റി ചെമ്പട്ടിയുടെ അടിയിലേക്ക് ചിക്കൻ പരത്തി വെച്ചിട്ട് അതിൽ ചോറിടാച്ചിട്ടോ. മറ്റേ ചിക്കൻ റെഡിയാക്കിയത് ചെറിയ ചെമ്പല്ലേ, പഴുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ചോറതിൻ്റെ മേലക്കിടാച്ചിട്ട്, ഇതിൽ ചോറ് ചിക്കൻ റെഡിയാക്കിയാൽ പിന്നെ ചോറ് അതിൽ വേവൂലല്ലോ, അപ്പോൾ ഇതിൽ റെഡിയാക്കാണ്. ഇതിൽ ചോറ് വെച്ച് വാറ്റിയിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിൻ്റെ മേലേക്ക് വാറ്റി വെച്ച ചോറിടാൻ. കുറച്ചിട്ടിട്ടോണ്ട് കുറച്ച് പരത്തിയിട്ട് മുളകൊക്കെ 3-4 മുളക് കഴുകിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ബാക്കി ചോറ് അതിൻ്റെ മേലെ ഇടാച്ചിട്ട് ആ മുളക് വന്നിട്ട് അതിൻ്റെ രുചി കിട്ടുമ്പോൾ രുചിയാണല്ലോ. അങ്ങനെ 4 മുളക് വെച്ചു. ബാക്കിയുള്ള ചോറ് അതിൻ്റെ മേലേക്ക് ഇട്ടു. നന്നായി അടച്ചിട്ട് എന്തെങ്കിലും കരം കയറ്റി വെച്ചാൽ ചോറ് റെഡി. പിന്നെ ദമ്മ് പൊട്ടിച്ചാൽ പിന്നെ മേലൊന്ന് ചോറ് മാറ്റിയിട്ട് ഒന്ന് അടിയത്തി മേലത്തി സെറ്റാക്കണം കേട്ടോ. കളർ വേണമെങ്കിൽ വയ്ക്കാം, കളഞ്ഞ തുള്ളി വറ്റിക്കണുണ്ട്. ഒരു വെള്ള കളറാകുമ്പോഴേ എന്തോ ഒരു ഇത്
അപ്പോൾ കുറച്ച് കളർ ഇറ്റിച്ചു. ചുവന്ന കളർ മാത്രം കേട്ടോ, മഞ്ഞ ഇറ്റിച്ചിട്ട് ചുവന്ന മാത്രം കുറച്ച് ഇറ്റിച്ചു. അങ്ങനെ അതിൻ്റെ മേലെ ഇറച്ചി ചെമ്പട്ടേണ്ട് കയറ്റി വെച്ചു. അങ്ങോട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ കത്തിച്ചു, ദമ്മാകാൻ വേണ്ടിയിട്ട്. ചെമ്പട്ടേനെ കയറ്റി വെച്ചിക്കുക, ചെമ്പ് ചിക്കൻ വെച്ച ചെമ്പ് ഉണ്ടല്ലോ. ഇനി നമുക്ക് തോന്നിട്ട് ചോറ് കുറച്ച് ആ ചിക്കൻ വെച്ച ചെമ്പൊക്കെ തന്നെ മാറ്റിയിട്ട് പിന്നെ അടിയത്തെ മസാലയും ചോറൊക്കെ പാടെ ഒന്നാക്കണം, ഇളക്കിയിട്ട്. എന്നാലും എല്ലായിടത്തേക്കും മസാല എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാം. കുറച്ച് ചോറ് ഇറച്ചി ചിക്കൻ വെച്ച പാത്രത്തേക്ക് മാറ്റിയിട്ടിട്ട് ആ ചിക്കൻ വെച്ച ചെമ്പിലും ഉണ്ട് മസാല. അപ്പോൾ അത് ഇതിക്കാക്കാലോ വിചാരിച്ചിട്ട് അതിക്കന്നെ മാറ്റി. എന്നിട്ട് അടിയിൽ നിന്നൊക്കെ നല്ലോണം ഇളക്കി ദമ്മിട്ടു. ചോറ് സെറ്റായി, കഴിക്കുക. ഇപ്പോൾ ഇതാ ചിക്കൻ മന്തി നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കി. നോമ്പൊക്കെ അല്ലേ, നോമ്പറക്കണ നേരത്ത് നല്ല ഫുഡാണ്, എല്ലാവർക്കും തിന്നാൻ. ചിക്കനൊക്കെ നല്ല വെന്തിക്കണു. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അടുത്ത വീഡിയോസ് കൊണ്ട് വീണ്ടും വരും വരെ ടാറ്റാ ബൈ ബൈ.